മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നവുമായിട്ട് ആര് വേണമെങ്കിലും യാത്ര നടത്തിക്കോട്ടെ. അവർ യാത്ര നടത്തിയിട്ട് മധ്യപ്രദേശിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും തുറന്ന കട പൂട്ടി, സ്നേഹത്തിൻ്റെ കട കാലിയാക്കുകയാണ്. 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ കട പൂട്ടും, മൊത്തത്തിൽ പൂട്ടും ഇന്ത്യയിൽ. പിന്നെ മണിപ്പൂരിലെ കണ്ണീര് ഇന്നത്തെ പത്രത്തിലും പറയുന്നത് കേട്ടു. മണിപ്പൂരിലെ കണ്ണീര് വീഴ്ത്തിയത് BJP ആണോ? മണിപ്പൂരിലെ കണ്ണീര് വീഴ്ത്തിയത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ്. കോൺഗ്രസ്സാണ് ഏറ്റവും ആദ്യം കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് മണിപ്പൂരിൽ ഏറ്റവും കൂടുതൽ കലാപമുണ്ടായത്. ഈ കുക്കികളും മെയ്റ്റികളും തമ്മിൽ കലാപമുണ്ടായത് BJP ഭരിക്കുമ്പോഴാണ്. മെയ്റ്റികളും തമ്മിൽ, നാഗകളും മെയ്റ്റികളും തമ്മിൽ, നാഗകളും കുക്കികളും മെയ്റ്റികളും തമ്മിൽ അവിടെ സംഘർഷമുണ്ടായത്, കലാപമുണ്ടായത്, അവിടെ എന്താ പറയുക, ഈ ട്രൈബൽസ് തമ്മിൽ ഏറ്റുമുട്ടിയത് മതപരമായ ഏറ്റുമുട്ടലല്ലാതെ എല്ലാവർക്കും അറിയാം. നടന്നത് കോൺഗ്രസിൻ്റെ കാലത്താണ്. കോൺഗ്രസ്സാണ് ഏറ്റുമുട്ടലിൻ്റെ കാരണം. അവിടെ എന്തുകൊണ്ട് കോൺഗ്രസ് സംവരണം കൊടുത്തില്ല എന്ന ചോദ്യമുണ്ട്. ഞാൻ ആ ചോദ്യത്തിലേക്കൊന്നും വരുന്നില്ല. പക്ഷേ മണിപ്പൂരിൽ കലാപം നടന്നത് ഇന്നലെയാണ്, ഈ BJP ഭരിക്കുമ്പോൾ മാത്രമാണ് എന്ന് പറയുന്നത് ഒരുതരം അപഹാസ്യവും അങ്ങേയറ്റം ചരിത്രവിരുദ്ധവുമാണ്. മണിപ്പൂരിലെ കണ്ണീരിന് മാത്രം പ്രത്യേക രസമുണ്ടോ? മണിപ്പൂരിലെ കണ്ണീരിന് മാത്രം പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ? മണിപ്പൂരിലെ കണ്ണീരിന് മാത്രം പ്രത്യേക തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? കാശ്മീരിലുണ്ടായിരുന്നല്ലോ കണ്ണീര്. കാശ്മീരിലെ കണ്ണീര് കാണാൻ ഇവരാരും തയ്യാറായില്ലല്ലോ. കാശ്മീരിലെ കണ്ണീര് ഈ രാഹുൽ ഗാന്ധിക്ക് കാണണ്ടേ? കാശ്മീരിൽ 4000 അല്ല 40,000 ചത്തൊടുങ്ങിയത്. ഒരു ജനതയെ മുഴുവനും അവിടുന്ന് ഓടിച്ചിട്ട് തല്ലിയില്ലേ? ഒരു ജനതയെ മുഴുവനും അവിടുന്ന് വംശനാശം നടത്തിയില്ലേ? ശ്രീനഗറിൽ 1987 രാജീവ് ഗാന്ധി അധികാരത്തിൽ വരുമ്പോൾ 1987 ശ്രീനഗറിൽ 17% ഉണ്ടായിരുന്ന ഹിന്ദു ഇന്ന് 1%, ഓൺലി 1%. ബാക്കി 16% ആരാ കൊണ്ടുപോയത്? ശ്രീനഗറിൽ നിന്ന് ഓടിച്ചില്ലേ? നഗ്നമായി ഓടിച്ചില്ലേ? കൊന്നില്ലേ? ഒരാളുടെ കണ്ണീരും കണ്ടില്ലല്ലോ. ഒരു രാഹുൽ ഗാന്ധിയും ഒരു ഗാന്ധി കുടുംബവും ഒരു നെഹ്റു കുടുംബവും ഗാന്ധിയുടെ പേരുള്ള ഒരാളും അതിൽ കണ്ണീരൊഴിച്ചത് കണ്ടില്ലല്ലോ. മണിപ്പൂരിലെ കണ്ണീരും കാശ്മീരിലെ കണ്ണീരിനും ഉത്തരം പറയേണ്ടത് കോൺഗ്രസ്സാ, ഞങ്ങളല്ല. കാശ്മീരിലെ കണ്ണീര് ഇല്ലാതാക്കിയാൽ നാളെ മണിപ്പൂരിലേക്ക് കണ്ണീരും ഞങ്ങൾ ഇല്ലാതാക്കും. മണിപ്പൂരിന്റെ കണ്ണീരിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ കച്ചവടം നടത്തി ആ കടയിൽ കച്ചവടം ഉണ്ടാക്കാന്ന് വിചാരിക്കേണ്ട. മണിപ്പൂരിലെ കച്ചവടവും പൊടിഞ്ഞില്ലേ? തൊട്ടപ്പുറത്തെ മിസോറാമിലെ തെരഞ്ഞെടുപ്പിൽ ഉള്ളതും കൂടി പോയില്ലേ? അതുകൊണ്ട് ഈ കച്ചവടം, സ്നേഹ കച്ചവടം കടം പൂട്ടാനുള്ള കച്ചവടമാണ്.